ഇന്ത്യയിലേക്കുള്ള LPGയുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. ഗ്രീൻ സാൻവി എന്ന എണ്ണ ടാങ്കറാണ് 44,000 മെട്രിക് ടൺ LPGയുമായി കടലിടുക്ക് കടന്നത്. LPGയുമായി ഇതുവരെ ഇന്ത്യയുടെ 7 ടാങ്കറുകളാണ് ഹോർമൂസ് സുരക്ഷിതമായി പിന്നിട്ടത്. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് കപ്പലിന് നാവികസേന അകമ്പടി നൽകും. വിവരങ്ങളുമായി PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, ആശ്വാസത്തിന്റെ തീരത്തേക്ക്, പ്രതീക്ഷയുടെ തീരത്തേക്കാണ് ഈ LPGയുമായുള്ള കപ്പലുകൾ എത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ എത്ര കണ്ട പ്രതിസന്ധി ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് അറിയാം. കൂടുതൽ കപ്പലുകൾ LPGയുമായി എത്തുന്നത് നമ്മുടെയൊക്കെ തന്നെ അടുക്കളകളിൽ, ഇല്ലെങ്കിൽ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒക്കെ തന്നെ, മറ്റ് വ്യാവസായിക മേഖലയിലുള്ളവർക്ക് തന്നെ വലിയ ആശ്വാസമാണ്, വാർത്തയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി നിലനിന്നിരുന്നു. അതിലും ഒരു ആശ്വാസമായൊരു വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഒരു LPG ടാങ്കർ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം ഈ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. ഗ്രീൻ സാൻവി എന്ന കപ്പലാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് നാവികസേന കപ്പലിന് അകമ്പടി നൽകുമെന്നും ഇപ്പോൾ വ്യക്തമാക്കി. ഇതോടുകൂടി തന്നെ 7 ഇന്ത്യൻ ടാങ്കറുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. 17ഓളം ടാങ്കറുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ അവശേഷിച്ചിട്ടുണ്ട്. ഇതിനും ഉടൻ തന്നെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഷിപ്പിംഗ് മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ഗ്രീൻ സാൻവി എന്ന കപ്പലിൽ ഏകദേശം 44,000 മെട്രിക് ടൺ LPG ആണുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ഉത്തരാഖണ്ഡിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പാചകവാത പ്രതിസന്ധിയിൽ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു LPG ടാങ്കറുകൾ കൂടി എത്തുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധി മറികടന്ന് കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അഴിവ് വരുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് കൂടി കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ്. ഇന്ത്യയിൽ ഏകദേശം 2 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ലഭ്യത അത് സുരക്ഷിതമായി തന്നെയുണ്ട്. ഇതുകൂടാതെ തന്നെ യാതൊരുവിധ പെട്രോളിൻ്റെയോ അതുപോലെ തന്നെ ഡീസലിൻ്റെയോ ലഭ്യത ഒരിടത്തും കുറവ് വന്നിട്ടില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കൃത്യമായ വിതരണ ശൃംഖല ഉറപ്പാക്കണം. അതുപോലെ തന്നെ അവശ്യ വസ്തുക്കളുടെയും അതുപോലെ തന്നെ LPG വിതരണത്തിൻ്റെയും കൃത്യമായ ഒരു ഉറപ്പ് വരുത്തണമെന്നതും സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ഏകോപനം സംസ്ഥാന കേന്ദ്ര തലത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു സന്ദേശം കൂടി ഇപ്പോൾ കേന്ദ്രവും പ്രധാനമന്ത്രിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.